ബംഗ്ലാദേശിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അവാമി ലീഗ് മത്സര രംഗത്തില്ല. മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഖലീദ സിയ എന്ന രാഷ്ട്രീയ നേതാവിന്റെ പാർട്ടിയാണ് ഇത്തവണ യൂനസിനെതിരെ മത്സര രംഗത്തുള്ളത്. എന്നാൽ യൂനസ് ആകട്ടെ പല കുതന്ത്രങ്ങളും മെനയുകയാണ് ഇവരെ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി നൽകിക്കൊണ്ട് തന്നെ അവിടെ വിജയം നേടാൻ വേണ്ടി. ഇത്തവണ ഖലീദ സിയ എന്ന രാഷ്ട്രീയ നേതാവിന്റെ മകനായ താരിഖ് സിയ ലണ്ടനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് മടങ്ങി വരുന്നത് തടയാൻ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന കലാപവും അരാജകത്വവും നടത്തുകയാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫെബ്രുവരി 12-ന് ബംഗ്ലാദേശിൽ നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് പ്രധാന പാർട്ടികളൊന്നും തന്നെ ഉണ്ടായിരിക്കരുത് എന്ന മുഹമ്മദ് യൂനസും അവിടെ പാകിസ്ഥാനും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശക്തികളും കരുതുന്നു എന്നതാണ് വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. അതായത് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ കലാപങ്ങളെല്ലാം തന്നെ ആസൂത്രിതമായി ചെയ്തതാണ് എന്നതാണ് വ്യക്തമാക്കുന്നത്. ഇതിനു മുൻപേ ഈ കലാപങ്ങൾക്ക് പിന്നിൽ IS ആണ് എന്ന വാർത്തകളടക്കം പുറത്തു വന്നിരുന്നു. മാത്രമല്ല യൂനസ് ആകട്ടെ അവിടെ വലിയ ശക്തിയായി ഉയരാനുള്ള ശ്രമങ്ങൾ ആദ്യം മുതൽക്കേ തന്നെ, അതായത് ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് ശേഷം അവിടെ വൻ ശക്തിയാകാനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുകയാണ് എന്നതാണ് വിലയിരുത്തലായി വരുന്നത്. മാത്രമല്ല ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തുവാനുള്ള മറ്റൊരു വഴികൾ പാകിസ്ഥാനുമായി ഇവർ തേടുന്നതായും വിലയിരുത്തലുണ്ട്. അതേപോലെ തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശക്തികളെ സംബന്ധിച്ചിടത്തോളം തന്നെ ബംഗ്ലാദേശ് അവരുടെ ദല്ലാൽ തന്നെയാണ് എന്നതാണ്. മുഹമ്മദ് യൂനസ് അവിടെ ഭരിക്കണമെന്നത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. 2026 ഫെബ്രുവരി 12-നാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പ് നടക്കുമെന്നതാണ് മുഹമ്മദ് യൂനസ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഈ പൊതു തിരഞ്ഞെടുപ്പിൽ തന്നെ ബംഗ്ലാദേശിലെ ശക്തമായ പാർട്ടികളിൽ ഒന്നായ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് മത്സരിക്കുന്നില്ല. പിന്നെ മത്സരിക്കാൻ സാധ്യതയുള്ള പാർട്ടിയായ ഖലീദ സിയയുടെ BNP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണുള്ളത്. 80 വയസ്സായ ഖലീദ സിയ ആകട്ടെ പലവിധ രോഗങ്ങൾ ഉള്ളതിനാൽ തന്നെ അവശ നിലയിൽ ബംഗ്ലാദേശിലെ ധക്കയിലെ എവർകെയർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുൻ ബംഗ്ലാദേശ് പ്രസിഡന്റ് ആയിരുന്ന സിയാവൂർ റഹ്മാന്റെ ഭാര്യയാണ് ഇപ്പറയുന്ന നേതാവ്. ഇവിടെ ഇത് കഴിഞ്ഞാൽ തന്നെ പാർട്ടിയെ നയിക്കേണ്ടത് അവരുടെ ലണ്ടനിലുള്ള മകനാണ് എന്നതാണ് മറ്റൊരു വസ്തുത. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഡിസംബർ 25-ന് താൻ ലണ്ടനിൽ നിന്നും ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്ന് അദ്ദേഹം തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ഖലീദ സിയയുടെ മകൻ തന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ വരവ് തടയണോ, ബംഗ്ലാദേശിൽ ഒരു സുവർണ അരാജകത്വം സൃഷ്ടിക്കണം എന്നാണ് കരുതപ്പെടുന്നത്. അശാന്തമായ ഒരു ബംഗ്ലാദേശിലേക്ക് ജീവനെ ഭയന്നുകൊണ്ട് താരിഖ് വരില്ല എന്നതാണ് ഇവിടെ പറയുന്നത്. ഇത് തന്നെയാണ് മുഹമ്മദ് യൂനസും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ മുഹമ്മദ് യൂനസും പാകിസ്ഥാൻ ഡീപ് സ്റ്റേറ്റും ചേർന്നുകൊണ്ട് ആസൂത്രണം ചെയ്തതാണോ എന്ന് ഇപ്പോഴത്തെ കലാപമെന്ന് സംശയിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയെ കുടുക്കുക അല്ലെങ്കിൽ മുട്ടുകുത്തിക്കുക എന്ന ഒരു ലക്ഷ്യവും പാകിസ്ഥാൻ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ശക്തികളും ചേർന്നുകൊണ്ട് ബംഗ്ലാദേശിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നതായും കരുതപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.